എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് റാഗി കൊണ്ടുള്ള ഒരു വിഭവമാണ്. അതായത് റാഗി വെച്ചിട്ട് ഞാനൊരു കുഴക്കട്ട ഉണ്ടാക്കണത്. അതായത് നല്ല ഒരു ഓമനത്തത്തോടെ പറഞ്ഞാൽ ഒരു അമ്മിണി കുഴക്കട്ട. അമ്മിണിയെ പറ്റിയാണോ അമ്മിണി? ആ, അമ്മിണിക്ക് ഇഷ്ടമല്ലാത്ത അമ്മിണി കുഴക്കട്ട. അവൾക്ക് ഇങ്ങനത്തെ റാഗിയൊന്നും അവൾ കഴിക്കില്ല. നല്ലതൊന്നും അവൾക്ക് ഇഷ്ടമല്ല. ഇവിടെ എല്ലാവർക്കും ഒന്നും വലിയ താല്പര്യമില്ല. എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെയും കഴിക്കും കേട്ടോ. നല്ല സ്വാദാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഴക്കട്ടകൾ ഉണ്ടാക്കിയിട്ട് അതിനൊരു വറവൊക്കെ കൊടുത്തിട്ടാകുമ്പോൾ നല്ല സ്വാദുമാണ്. അത് കാണാനും ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭംഗി കൊണ്ടും ചിലപ്പോൾ കഴിക്കും. പക്ഷേ ഏറ്റവും ഗുണമുള്ള ഒരു മില്ലറ്റ് അതാണ് റാഗി. ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പണ്ട് കുറുക്കി കൊടുക്കുമല്ലേ? പണ്ടല്ല, ഇപ്പോഴും. ഞാനൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ റാഗിയും ഗോതമ്പും കൂടെയൊക്കെ കുറുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കുട്ടികൾക്ക് പെട്ടെന്ന് ദഹിക്കുന്ന ഒരു ഇതാണ്. അപ്പം എന്താണ് ഈ കുഴക്കട്ടയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാലോ. ആദ്യം വേണ്ടത് റാഗിയാണ്. റാഗി ഞാനിവിടെ ഏകദേശം ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. റാഗിപ്പൊടി നല്ല മിനുസ പൊടിയാണ് കേട്ടോ. പിന്നെ വേണ്ടത് തേങ്ങ. തേങ്ങ ഈ കളർ എന്താ എന്ന് ചോദിക്കരുത്. തേങ്ങയും ഒരു അര ടീസ്പൂൺ ജീരകവും കൂടെ ഞാൻ ചതച്ച് വച്ചിരിക്കണതാണ്. പിന്നെ ഉപ്പ് വേണം പാകത്തിന്. പിന്നെ റാഗി എടുത്തിരിക്കണത് ഒരു ഗ്ലാസ് ആണല്ലോ, റാഗിപ്പൊടി. അപ്പോൾ അതേ ഇത് തന്നെ ഒരു ഗ്ലാസ് വെള്ളം, അതേ അളവിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്താണെന്നല്ലേ, ഇത് നമ്മൾ കുഴക്കട്ട ആയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് വറവിലിടുന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇഞ്ചിയും പച്ചമുളകും ഞാൻ ഒന്നിച്ചരിഞ്ഞു. കാരണം അത് വേറെ വേറെ കാണിക്കാനൊന്നുമില്ല. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും ഒരു 3 പച്ചമുളകും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ചെറിയ ഉള്ളി നല്ല ഒരു ഇതാണ്, നല്ല ശരീരത്തിനൊക്കെ നല്ലതാണ്. ഔഷധ ഗുണമുള്ള ഇതാണ് ചെറിയ ഉള്ളി. ഞാനിവിടെ ഒരു 8-10 ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കടുക്, ഉഴുന്നുപരിപ്പ്, ചുവന്നമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും വറുത്തിടാൻ വേണ്ടെന്നാണ്. അപ്പം നമുക്ക് വേണ്ടത് ഇപ്പം ഈ വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ ഈ തേങ്ങയും റാഗിപ്പൊടിയും ഇട്ടിട്ട് കുറുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് കുഞ്ഞി ഉരുളകളാക്കണം. അപ്പം നമുക്ക് സ്റ്റൗ കത്തിച്ചാലോ. ഞാനിതാ സ്റ്റൗ കത്തിച്ച് പാത്രം വച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വെള്ളം ഇവിടെ തിളയ്ക്കട്ടെ. അതിന് മുമ്പ് ഇപ്പം എന്താ പറയുക, റാഗിയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കണമെന്ന് ഇവിടുന്ന് ഒരാൾ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ക്ലാസ്സൊക്കെ എടുത്തു തന്നിട്ടുണ്ട് അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ പറയണമെന്ന്. പക്ഷേ ഞാനൊരു ഡോക്ടറല്ല പറഞ്ഞു തരാൻ. എല്ലാവർക്കും അറിയാം റാഗിയുടെ ഗുണങ്ങളൊക്കെ. എന്നാലും ഞാൻ പറയാം, നമ്മൾ കുഞ്ഞുങ്ങൾക്കെല്ലാം കുറുക്കി കൊടുക്കുന്ന സാധനമാണ്. അതെന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഒരു 8 മാസം തുടങ്ങി അല്ലെങ്കിൽ ഒരു 7 മാസം തുടങ്ങി ഒരു 1.5 വയസ്സ് വരെയെല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടും കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ വലിയവർ കഴിക്കുന്നില്ലേ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അത് പെട്ടെന്ന് ദഹിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത്രയ്ക്കൊക്കെ പറയാനേ എനിക്കറിയുള്ളൂ റാഗിയെക്കുറിച്ച്. റാഗി ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഈ നമ്മൾ എന്താ പറയുക, ശരീരം മെലിയാനൊക്കെ ഇപ്പോൾ ഇതാണല്ലോ കഴിക്കണേ. എന്താ അമ്മണിയനും അറിയാം, ഡയറ്റല്ലേ? അതിനൊക്കെ അപ്പോൾ ഒരുപാട് അങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ് ഉള്ളത് അടങ്ങിയത്, ഇതിൻ്റെ ഗുണങ്ങൾ വേറെ എന്തൊക്കെയാണെന്നുള്ളത് അറിയുന്നവർ കമൻറ്റ് ചെയ്തോളൂ. ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിവിടെ രണ്ടും തേങ്ങ ഇട്ടിട്ടും തിളച്ചു. നമുക്കിനി പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ എന്താ വേണ്ടതെന്നറിയോ, നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. അതിനൊന്ന് ചൂടാറണം. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ഇവിടെ നന്നായിട്ട് കുഴച്ച് ഇതാക്കിയിട്ടുണ്ട്. ഒരെണ്ണം ഉരുട്ടി വെച്ചു കിട്ടോ. ശരിയാവുന്നുണ്ടോയെന്ന് അറിയണ്ടേ.
ഇതുപോലെ നല്ല വൃത്തി കുഴച്ചിട്ട്, അതായത് നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ട് വേണം ഇങ്ങനെ ഉരുട്ടാൻ. ഇതാ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി ബോളാക്കി വയ്ക്കുക. അപ്പോൾ ദാ ഇതുപോലെ എല്ലാം ഉരുട്ടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ടേ. നോക്കൂ, ഇതിലും ചെറുതാക്കിയാൽ നല്ലതാട്ടോ, നല്ല ഭംഗി തന്നെയാണ് കാണാൻ. ഞാൻ പിന്നെ മാക്സിമം ചെറുതാക്കി. ഇവിടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ആവി കയറണം, അതായത് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇതല്ലാണ്ട് തന്നെ ഇപ്പോൾ കഴിക്കാൻ സ്വാദുണ്ട് കേട്ടോ, എന്നാലും ഒന്നും കൂടെ വെന്തോട്ടെ. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാനിത് ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതായും തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ വച്ചിട്ട് തന്നെ ഒരു 5 മിനിറ്റായി. നന്നായിട്ട് തിളച്ച ആവിയൊക്കെ വന്നു. അപ്പോൾ ഇതായോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് എടുക്കാം. ഇവിടെ കുഴക്കട്ട എല്ലാം ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറവിലിടണം എന്ന് പറഞ്ഞില്ലേ, വറവിലൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല സ്വാദുണ്ട്. പിന്നെ കാണാനൊരു ഭംഗിയും, പിന്നെന്താ വറവിലിടുമ്പോൾ ഒരു സ്വാദ് തന്നെയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും വറവിലിടുന്ന ഇഷ്ടമാണ് കുഴക്കട്ട. അത് നമ്മൾ മറ്റേ അരി കൊണ്ടുള്ള കുഴക്കട്ട ആക്കിയാലും ഇങ്ങനെ മുറിച്ചിട്ട് വറവിലിടാൻ പറയും. അത് ഇഷ്ടമുള്ളതുകൊണ്ട് ആക്കണതാണ് കേട്ടോ. ശരിക്കും കടുക് വറവ് അതൊന്നും അത്ര വലിയ നല്ലതല്ല എന്ന് പറയൂലേ. എണ്ണ മൂത്തിട്ടുണ്ട് കേട്ടോ. ഈ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഉഴുന്നുപരിപ്പും മുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഇവിടെ കടുകെല്ലാം ഏതാണ്ട് പൊട്ടി. ഇനി ഇതിട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പും മുളകും കറിവേപ്പില. ഉഴുന്നുപരിപ്പ് ഒന്ന് ചുമന്ന് തുടങ്ങുമ്പോൾ ഇഞ്ചിയും പച്ചമുളക് ഇടാം. ഇഞ്ചിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മൂത്ത് കിട്ടാൻ ഒരു നുള്ളു ഉപ്പിടാം. കുറച്ച് മതി, വളരെ കുറച്ച്. ശരിക്കും നമ്മൾ ഒരു നേരമെങ്കിലും ഇതുപോലുള്ള റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അല്ലേ. അത് ഏറ്റവും നല്ലതാണ് എന്നൊക്കെ വിചാരിക്കും. 2 ദിവസമൊക്കെ കഴിക്കും കേട്ടോ. എനിക്കിഷ്ടമാണേ. എനിക്ക് ദോശയും പുട്ടും ഒക്കെ ഉണ്ടാക്കിയ വലിയ ഇഷ്ടമാണ്. അമ്മണിക്കോ? അമ്മണി 2 ദിവസമെല്ലാം കഴിക്കും, പിന്നെ മടുക്കും അല്ലേ അമ്മണി? അവസാനം വയസ്സാകുമ്പോൾ എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മളിതൊക്കെ ഡെയിലി കഴിക്കും. ഏത്? അല്ല, ഒരിക്കൽ അമ്മ ഉണ്ടാക്കിയിട്ടാണ് ആദ്യമായി കഴിച്ചത്. പിന്നെ എനിക്ക് ഉണ്ടാക്കണത് ഞാനിതാ ഇപ്പം ആദ്യമായിട്ടാണ്. അന്നേരം എന്താണ് ഈ കുഴക്കട്ട അല്ല ഈ റാഗിയുടെ ഉണ്ടയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്വാദും ഉണ്ടാവില്ല. കാരണം റാഗിക്ക് വലിയൊരു സ്വാദ് എന്നൊന്നും പറയാനില്ലല്ലോ. പക്ഷെ കഴിച്ച് കഴിഞ്ഞപ്പം എന്താ ഇപ്പോൾ പറയാ, എൻ്റെ സാറേ, ഒന്നും പറയാനില്ല, അത്രക്കും ടേസ്റ്റായിരുന്നു. ആയി, ഇത് മൂത്തിട്ടുണ്ട്. ഇതാ മുരിഞ്ഞു, ഉള്ളിയൊക്കെ മുരിഞ്ഞു. നമുക്കിതിട്ട് കൊടുക്കാം. ഞാനിതിവിടെ ഇപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്താ, നമ്മൾ മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ സ്വാദ് പിടിച്ച് കഴിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ കുഴക്കട്ട ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയാലോ? അപ്പോൾ ഞാനിതാ ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനൊരു ചമ്മന്തിയും കൂടെ അതിനിടയ്ക്ക് അരച്ചു കേട്ടോ. പിന്നെ ചമ്മന്തിയുടെ വീഡിയോ കാണിച്ചില്ല എന്നേ ഉള്ളൂ. ഇഞ്ചിയും പച്ചമുളകും ചെറിയുള്ളിയും ലേശം പുളിയും തേങ്ങയും കൂടെ അരച്ചതാണ്. ഞാനിതിന് വറവൊന്നും ഇട്ടിട്ടില്ല ചമ്മന്തിക്ക്.
എല്ലാത്തിനും കടുക് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടാനും സ്വാദാണ് ചമ്മന്തി. ഞാൻ കഴിയുന്നതും ചമ്മന്തിയിലൊന്നും അങ്ങനെ കടുകൊന്നും വറുത്തിടാറില്ല. പിന്നെ ഇഷ്ടമുള്ളവർക്ക് ഇടാം കേട്ടോ. ഇവിടെ ഇടാറുണ്ട്, ഇല്ലയെന്നല്ല, പിന്നെ എപ്പോഴും ഒന്നും ഇടാറില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മിണി കൊഴുക്കട്ട. ഇതിപ്പോൾ ഒരു വൈകുന്നേര സമയത്താണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി ഇത് 1-2 കഴിക്കാം എല്ലാവർക്കും എന്ന് വിചാരിച്ചു. അമ്മിണി എടുത്ത് കഴിച്ചു നോക്കിക്കോളൂ, എന്നിട്ട് അഭിപ്രായം പറ. ഇങ്ങനെ ചമ്മന്തി മുക്കിയിട്ട് കഴിച്ചോ. സൂപ്പർ, അടിപൊളി. ശരിക്കും പറയണേ, ഇത് നിനക്ക് ഇഷ്ടമല്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞതാണ്. അല്ല, റാഗി എനിക്ക് ഇഷ്ടമല്ലല്ലോ, പക്ഷെ ഇത് ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടും. അടിപൊളിയാ. അടിപൊളിയാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ റാഗിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വേഗമായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.